ഒരു അറസ്റ്റ് വാറണ്ട് ഭീഷണിയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തലയ്ക്ക് മുകളിലുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ നെതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. അറസ്റ്റ് ഭയന്ന് യുഎസിലേക്കുള്ള യാത്രയിൽ നെതന്യാഹു റൂട്ട് മാറ്റിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നെതന്യാഹു യുഎസിലേക്കുള്ള യാത്രയിൽ യൂറോപ്യൻ വ്യോമാതിർത്തികൾ ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറണ്ട് അനുസരിച്ച് നെതന്യാഹു കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. i24 ന്യൂസ് ചാനലാണ് നെതന്യാഹു റൂട്ട് മാറ്റിയാണ് സഞ്ചരിച്ചതെന്ന വിവരം പുറത്തുവിട്ടത്. നെതന്യാഹുവിൻ്റെ വിമാനം ഫ്രഞ്ച് വ്യോമാതിർത്തി പൂർണ്ണമായും ഒഴിവാക്കിയാണ് പറന്നത്. ഗ്രീസും ഇറ്റലിയും ഒഴികെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിലൂടെ വിമാനം കടന്നുപോയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാധാരണയായിട്ട് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെയാണ് വിമാനം പറക്കേണ്ടത്. എന്നാൽ വിമാനം മെഡിറ്ററേനിയൻ കടലിലും ജിബ്രാൾട്ടർ കടലിടുക്കിന് മുകളിലൂടെ മാത്രമാണ് പറന്നത്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകളും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. 2024 നവംബറിലാണ് ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുന്നതിനും വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനു വേണ്ടിയാണ് വ്യാഴാഴ്ച പുലർച്ചെ നെതന്യാഹു US പുറപ്പെട്ടത്. എന്നാൽ സഞ്ചാരപാത മാറ്റിയത് സംബന്ധിച്ച് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. തങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ പറക്കാൻ ഇസ്രായേൽ അനുവാദം ചോദിച്ചെന്നും പറക്കാൻ അനുവാദം നൽകിയെന്നും ഫ്രാൻസ് പറഞ്ഞു. എന്നാൽ ഈ റൂട്ട് പറക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ചില്ല. യാത്രയ്ക്ക് മുമ്പ് ടെലവീവിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ നെതന്യാഹു മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങളെ നെതന്യാഹു വിമർശിച്ചു. നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളിൽ 159 രാജ്യങ്ങളും പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട്. അതിനിടെ നിരന്തരമായി ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണ് ഹൂതികൾ ഇസ്രായേലിൽ നാശം വിതയ്ക്കുന്നത്. തെക്കൻ ഇസ്രായേലിലെ എയ്ലത്ത് നഗരത്തിലാണ് തുടർച്ചയായി ഹൂതികൾ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസവും ഇവിടെ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു ആക്രമണം. ചെങ്കടൽ തീരത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് എയ്ലത്ത്. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്താണ് ഡ്രോൺ എയ്ലത്തിലെത്തിയത്. ഇസ്രായേലിനെ ഇത് അമ്പരപ്പിച്ചിട്ടുണ്ട്. ഒരു ഷോപ്പിംഗ് ഏരിയയിലെ ഹോട്ടലിന് സമീപമാണ് ഡ്രോൺ ആക്രമണം നടത്തിയത്. ഡ്രോണിനെ തടയുന്നതിൽ പരാജയപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം തുറന്നു പറഞ്ഞു. 2 അയൺ ഡോം ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ഡ്രോണിന് നേരെ തൊടുത്തുവിട്ടതായും ഈ ഇൻ്റർസെപ്റ്ററുകളെ കബളിപ്പിച്ചാണ് ഡ്രോൺ ലക്ഷ്യം കണ്ടതെന്നും സൈന്യം അറിയിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ നഗരത്തിനെതിരായ ഹൂതികളുടെ രണ്ടാമത്തെ വിജയകരമായ ആക്രമണമാണിത്. ഏലത്തിലെ 2 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. രണ്ടാമത്തെ ഡ്രോൺ ഇസ്രായേലിൽ എത്തുന്നതിന് മുൻപ് പരാജയപ്പെട്ടതായും ഹൂതികൾ വ്യക്തമാക്കി.